പത്തരമാറ്റ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ജലജയും ജാനകിയും അനാമികയും കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്നാലും എൻ്റെ ഏട്ടത്തി 150 പവനോളം തന്നെ അവൾക്ക് കൊടുത്തല്ലോ. അത് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം മാറുന്നില്ല. അതിൽ ചില മാലകളൊക്കെ ഞാൻ നോട്ടമിട്ടതായിരുന്നു. എല്ലാം എടുത്ത് അവൾക്ക് അങ്ങ് കൊടുത്തല്ലോ അച്ഛനും അമ്മയും ചേർന്ന്. അത് ഓർക്കുമ്പോൾ എനിക്ക് ഉറക്കം പോലും വരുന്നില്ല. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ ജലജയെ, അതെല്ലാം അമ്മ എടുത്ത് കൊടുത്തു പോയില്ലേ. അമ്മയ്ക്ക് ഇപ്പോഴും അവളോട് തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ടല്ലേ ആ അമ്മ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ അവൾക്കായിട്ട് എടുത്തു കൊടുത്തത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നിങ്ങനെ ജാനകി പറയുന്ന സമയത്ത് തന്നെ അനാമിക പറയുന്നുണ്ട്. എന്നാലും മുത്തശ്ശിയും ചെയ്തത് ഒട്ടും ശരിയായില്ല. ഇവിടെ അനിയുടെ ഭാര്യ എന്ന സ്ഥാനം ഒരിക്കലും എനിക്ക് കിട്ടുന്നില്ല. വല്യമ്മ അന്ന് എനിക്ക് കുറച്ച് സ്വർണം തന്നപ്പോഴേക്കും മുത്തശ്ശി അവൾക്ക് ഒരുപാട് സ്വർണം കൊടുത്തു. അന്ന് ഞാൻ കരുതിയത് വല്യമ്മ എനിക്ക് സ്വർണം തന്നപ്പോൾ അവൾക്ക് വിഷമം വേണ്ടാന്ന് വിചാരിച്ച് മുത്തശ്ശി കൊടുത്തത് എന്നാണ്. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. മുത്തശ്ശിനും ഉള്ളതെല്ലാം തന്നെ അവൾക്കുള്ളതാണ്. ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ അവരുടെ സ്വത്തെല്ലാം തന്നെ നയനയുടെ പേരിൽ എഴുതി വെക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തൊക്കെയാണാവോ അവർ രണ്ടുപേര് ചേർന്ന് അവൾക്ക് കൊടുക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എന്താണെങ്കിലും അവൾക്ക് ഇങ്ങനെ കൊടുക്കുന്നത് നോക്കിയിട്ട് നമുക്കിങ്ങനെ വെറുതെ ഇരിക്കാം, അല്ലാതെ നമുക്കൊന്നും കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറയും. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടാതെ, മോൾക്ക് എന്താ വേണ്ടത്, സ്വർണ്ണം വേണോ, ഞാൻ വാങ്ങിച്ചു തരാമെന്ന് ഇങ്ങനെ പറയുന്ന സമയത്തിന് അനാമയ്ക്ക് പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ടമ്മേ. എന്നാലും അങ്ങനെയല്ലല്ലോ, ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനം, മരുമകൾ എന്ന സ്ഥാനം, അത് മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. സ്വർണത്തിനോടൊന്നും എനിക്കൊട്ടും തന്നെ താല്പര്യമില്ല. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എന്തായാലും ഏട്ടത്തി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമല്ലോ. ഏട്ടത്തി വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമാക്കിക്കോളും. ഏട്ടത്തിയുടെ ഈ അവസ്ഥയിൽ എന്ത് പറഞ്ഞാലും ഏട്ടത്തി അനുസരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഏതായാലും ആ നയന ഇങ്ങോട്ടേക്ക് വരാതിരുന്നാൽ മതി എന്നിങ്ങനെ ജാനകി പറയുന്നതും കേട്ടുകൊണ്ടായിരിക്കട്ടെ നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. നവ്യ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഒരു സംസാരം, നിങ്ങളെന്താ എല്ലാവരും ചേർന്നിട്ട് നല്ല ഗൂഢമായിട്ടുള്ള ആലോചനയിലാണല്ലോ. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, എന്താണ് ഞങ്ങൾക്കൊന്നും സംസാരിക്കാനും പാടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് നവ്യ പറയുന്നുണ്ട്, അതെ നിങ്ങൾ ആരെക്കുറിച്ചായി സംസാരിക്കുന്നത് എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. നയനെക്കുറിച്ചായിരിക്കില്ലേ നിങ്ങൾ ഈ സംസാരിക്കുന്നത് എന്ന് നവ്യ ചോദിക്കുന്ന സമയത്തിന് ജാനകി പറയുന്നുണ്ട്, അതെ അവളെക്കുറിച്ച് തന്നെയാണ്, അതിനിപ്പോൾ നിനക്കെന്താ. അപ്പം നവ്യ പറയുന്നുണ്ട്, അവൾ എൻ്റെ അനിയത്തിയാണ്, എൻ്റെ അനിയത്തിയെക്കുറിച്ചിട്ട് ഇവിടെ ആരും മോശമായിട്ട് സംസാരിക്കണ്ട. ഇനിയും അവളെപ്പറ്റി മോശമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഈ നവ്യ ആരാണെന്ന് നിങ്ങൾ എല്ലാവരും ശരിക്കും അങ്ങ് അറിയും. എന്താണ് നീ വിരട്ടുവാണോ, നിന്റെ അനിയത്തി ആരാ, വലിയ തമ്പുരാട്ടിയോ. അവളെക്കുറിച്ചൊന്നും സംസാരിക്കാനും പാടില്ല, എന്നാൽ ഇവിടെയുള്ള സ്വത്തുക്കളെല്ലാം തന്നെ അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയും വേണം. എന്താടി അതിനെക്കുറിച്ച് നിനക്കൊന്നും പറയാൻ പാടില്ലേ എന്ന് ചോദിക്കും. എന്താടി നിനക്ക് നാണമില്ലേ, ഇവിടെ നിന്ന് സ്വത്തുക്കളെല്ലാം തന്നെ അവൾക്കല്ലേ മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ടുപോയി കൊടുക്കുന്നത്, ഇന്നേ വരെ നിനക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ. അപ്പം നവ്യ പറഞ്ഞിട്ട്, അതെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്ക് യാതൊരു സങ്കടവുമില്ല. പിന്നെ എൻ്റെ അമ്മായിയമ്മയുടെ കയ്യിൽ കൊട്ടക്കണക്കിന് സ്വർണ്ണ നാണയങ്ങളുണ്ടല്ലോ, ഇഷ്ടംപോലെ സ്വർണ്ണാഭരണങ്ങളും ഉണ്ടല്ലോ, പിന്നെന്തിനാ നിങ്ങൾക്ക് സ്വർണ്ണം. എന്നിട്ട് നവ്യ ഇങ്ങനെ ജലജയോട് പറ്റി പറയുന്നുണ്ട്, അതെ നിങ്ങൾക്കൊന്നും തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും തരാത്തത് നിങ്ങളെ മകനെ പേടിച്ചിട്ട് തന്നെയാണ്. നിങ്ങൾ സ്വർണം എവിടെ വെച്ചാലും അവൻ കട്ടെടുത്തുകൊണ്ട് പോവില്ലേ. ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളൻ ആരാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ മകൻ തന്നെയാണ് അബിയെ വിശ്വസിച്ചിട്ട് എനിക്ക് എങ്ങനെ സ്വർണം തരാനാ. എനിക്ക് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അവൻ അത് അടിച്ചുകൊണ്ട് പോവില്ലേ. എന്ത് സാധനവും അടിച്ചു മാറ്റാൻ അവനൊരു പ്രത്യേക കഴിവുണ്ട് എന്ന കാര്യം നിങ്ങൾക്കും അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കാട്ടെ നവ്യ. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് ജലജക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് പറഞ്ഞിട്ട്, എന്നാലും നീ നിന്റെ അനിയത്തിക്ക് ഇങ്ങനെ എല്ലാവരും വാരിക്കോരി കൊടുക്കുന്നതെല്ലാം കണ്ടിട്ട് ആകാശത്തേക്ക് നോക്കിയിരുന്നോ. അപ്പോഴും നവ്യ പറഞ്ഞിട്ട്, അവൾക്ക് കൊടുത്തു എന്ന് വിചാരിച്ച് എനിക്ക് യാതൊരു സങ്കടവുമില്ല. അവൾ അർഹിക്കുന്നത് തന്നെയാണ് അവൾക്ക് കിട്ടിയത്. അതിലെനിക്ക് യാതൊരു അസൂയുമില്ല. എൻ്റെ അനിയത്തിക്കാ കിട്ടിയത്. അവൾക്ക് ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും അത്രമാത്രം സ്വർണം കൊടുത്തതിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് സങ്കടം കാണും. എനിക്കതിൽ യാതൊരു സങ്കടവുമില്ല. അവൾക്കത് കൊടുക്കേണ്ടത് തന്നെയാണ്. ഇപ്പം കൊടുത്തത് വെറും ഒരു സാമ്പിളാണ്. ഇനി ഒരുപാട് സ്വർണ്ണങ്ങൾ അവൾക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കൊടുക്കും. നിങ്ങളെല്ലാം അത് കണ്ട് നോക്കിയിരുന്നാൽ മതി, വെള്ളം ഇറക്കിയിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ അവിടെ നിന്നങ്ങ് പോവും. എന്നാൽ നവ്യയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് അനാമികക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ അനാമികന് ജാനകിയോട് പറഞ്ഞിട്ട്, കണ്ടില്ലേ അമ്മേ, അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ. ഇത്രമാത്രം സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ അവളുടെ അനിയത്തിക്ക് കിട്ടിയതിൻ്റെ അഹങ്കാരമാണ് അവൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ജാനകി പറഞ്ഞിട്ട്, മോള് വിഷമിക്കാതിരിക്കുക, ഏട്ടത്തി ഇങ്ങോട്ടേക്കൊന്ന് വന്നോട്ടെ, എല്ലാ കാര്യത്തിനും എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. അങ്ങനെ ജാനകി ഇങ്ങനെ അനാമികയെ സമാധാനിപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ ആയിരിക്കട്ടെ ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കുന്നത്. ആംബുലൻസ് മുറ്റത്ത് അനന്തപുരിയുടെ മുറ്റത്ത് വന്ന് നിർത്തിയതിന് ശേഷം അതിൽ നിന്നും ദേവേനെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. എന്നാൽ ശബ്ദം കേട്ടുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ജലജയും ജാനകിയും അനാമികയും അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ഉമ്മറത്തേക്ക് വരുന്ന സമയത്തിന് ദേവേനെ പുറത്തേക്ക് എടുത്തിട്ട് സ്ട്രെച്ചറിലാക്കിയിട്ട് ഇങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ ആ ഒരു സ്ട്രെച്ചറിലാക്കി റൂമിൽ കൊണ്ടുപോയി കിടത്തുന്ന സമയത്തിന് അനാമിക എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. എന്നിട്ട് ദേവേനെ ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് തന്നെ അനാമിക അങ്ങനെ വന്ന് പറയുന്നത്, വല്യമ്മ എനിക്കിപ്പോഴാണൊന്ന് സന്തോഷമായത്. വല്യമ്മയുടെ അസുഖമൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഭേദമായിട്ട് വല്യമ്മ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്ന് ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണെങ്കിലും എൻ്റെ വല്യമ്മ തിരികെ എത്തിയല്ലോ, ഇനി വല്യമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട്, അതേ മോളെ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ വല്ലാത്തൊരു സമാധാനം. ഞാൻ ആ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് കിടന്നിട്ട് ആകെ വീർപ്പ് മുട്ടുമായിരുന്നു.
എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആ നയന എന്ന് പറയുന്നവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അനാമിക പറയുന്നുണ്ട്, ഇല്ല വല്യമ്മേ, അവൾ ഇങ്ങോട്ടേക്കൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടല്ലേ എല്ലാവരും പോകുന്നത്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ വാക്കിന് വിലയുണ്ടല്ലോ. ഞാൻ ആദർശിൻ്റെ അടുത്തും ജയേട്ടൻ്റെ അടുത്തും പറഞ്ഞിരുന്നു അവർ മലക്ക് പോയി തിരിച്ചു വരുന്നത് വരെ നയനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുതെന്ന്. അതേതായാലും അവർ കേട്ടല്ലോ, അവരനുസരിച്ചല്ലോ. ഇനി എന്നേക്കുമായിട്ട് അവൾ അവളുടെ വീട്ടിൽ തന്നെ നിൽക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതേ വല്യമ്മേ, അത് തന്നെയാണ് എൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം. അവൾ മാത്രമല്ല, ഇവിടെ വേറൊരുത്തിയും കൂടെ ഉണ്ടല്ലോ, ആ നവ്യ എന്ന് പറയുന്നവൾ. അവളും ഈ വീട് വിട്ടിറങ്ങണം. ഇപ്പോൾ അവളുടെ അനിയത്തേക്ക് ഇവിടെ നിന്ന് കുറച്ച് സ്വർണം കൊണ്ടുപോയി കൊടുത്തു എന്ന് വിചാരിച്ച് അവൾ ഇവിടെ കിടന്ന് എന്തൊക്കെയാണ് അവൾ കാട്ടുന്നത്. അവളുടെ കാണിച്ചു കൂട്ടലെല്ലാം കാണുന്ന സമയത്ത്, ആ അഹങ്കാരമെല്ലാം കാണുന്ന സമയത്ത് എനിക്കങ്ങ് ദേഷ്യം വരെയാണ് വല്യമ്മേ. എനിക്ക് മാത്രം സ്വർണം കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നോട് കളിയാക്കിയിട്ടാണ് അവൾ സംസാരിക്കുന്നത്. അപ്പോൾ ദേവേനെ ചോദിക്കുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ, മോൾ ഇപ്പോഴും അത് വിട്ടില്ലേ? അത് അമ്മയുടെ ഇഷ്ടത്തിന് അമ്മ കൊണ്ടുപോയി കൊടുത്തതല്ലേ. ഇനിയിപ്പോൾ ഏതായാലും അതിനെപ്പറ്റി ചോദ്യം ചെയ്യാനൊന്നും ഞാനില്ല. എൻ്റെ മോൾക്ക് എത്ര സ്വർണം വേണമെങ്കിലും ഈ വല്യമ്മ തരാം. എങ്ങനെ പോയാലും ഒരു 10-250 പവൻ സ്വർണമെങ്കിലും ഈ വല്യമ്മയുടെ കയ്യിലുണ്ട്. അതെല്ലാം എൻ്റെ പൊന്നു മോൾക്കുള്ളതാണ്, എൻ്റെ അനാമിക മോൾക്കുള്ളതാണ്. ആ സ്വർണ്ണമെല്ലാം തന്നെ വല്യമ്മ നിനക്ക് തരും. അതിങ്ങനെ ഒളിച്ചും പാത്തുമല്ല, എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെയായിരിക്കും എൻ്റെ മോൾക്ക് ഞാൻ സ്വർണ്ണാഭരണങ്ങളെല്ലാം തരാൻ പോകുന്നത് എന്നിങ്ങനെ ദേവേനി പറയുന്ന സമയത്തിന് അനാമികക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. എന്നിട്ട് ആ ഒരു സന്തോഷമൊന്നും പുറത്തേക്ക് കാണിക്കാതെ തന്നെ അനാമിക പറയുന്നത്, അതൊന്നും വേണ്ട വല്യമ്മേ. ഇനി വല്യമ്മ അതെല്ലാം എനിക്ക് തന്നിട്ട് പിന്നെ അതിൻ്റെ ഇരട്ടിയായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും അവൾക്ക് കൊണ്ടുപോയി കൊടുക്കും. എന്തിനാ വെറുതെ അതിൻ്റെ പേരിലൊരു പ്രശ്നമുണ്ടാക്കുന്നത്? അങ്ങനെ എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ട വല്യമ്മ എന്ന് പറയട്ടെ അനാമിക. എനിക്ക് പണ്ട് മുതൽ സ്വർണത്തിനോട് അങ്ങനെ ആർത്തിയൊന്നുമില്ല. ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വല്യമ്മ തന്നെ എനിക്ക് എത്രമാത്രം സ്വർണ്ണാഭരണങ്ങൾ തന്നു, അതിലൊന്നു പോലും ഞാൻ ഇടാറില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് ദേവേനെ ചോദിക്കുന്നുണ്ട്, ആ മോളെ, ഞാൻ ഇപ്പോഴും അത് ചോദിക്കണമെന്ന് തോന്നും. ഞാൻ തന്ന സ്വർണ്ണാഭരണങ്ങളോ എന്താ നീ അണിയാത്തത്? അതൊന്നും എന്താ ഒറ്റൊന്നു പോലും മോളിടാത്തത് എന്നിങ്ങനെ ദേവേനെ ചോദിക്കുന്ന സമയത്തിന് അനാമിക പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ വല്യമ്മേ, എനിക്ക് ഈ സ്വർണത്തിനോടൊന്നും തീരെ താല്പര്യമില്ല. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, എന്നാലും ഈ വല്യമ്മക്ക് വലിയൊരു ആഗ്രഹം തന്നെയാണ് മോളാ മാലയ്ക്ക് ഇങ്ങനെ ഇട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ. ഇടയ്ക്കൊക്കെ അതിൽ നിന്ന് ഓരോ മാലയായിട്ട് മാറ്റി മാറ്റി ഇടണം മോളെ. എന്നാൽ ദേവേനി ഇങ്ങനെ വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്ന സമയത്തിന് അനാമികൾക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഷോ ഈ തള്ളയുടെ സ്വർണത്തിൻ്റെ കാര്യം പറയണ്ടായിരുന്നു. സ്വർണ്ണമെല്ലാം തന്നെ ഞാൻ എൻ്റെ അച്ഛന് എടുത്തു കൊടുത്തല്ലോ. ആ സ്വർണ്ണമെല്ലാം തന്നെ എൻ്റെ അച്ഛൻ്റെ കയ്യിലാണല്ലോ. ഇനിയിപ്പോൾ ഈ തള്ള നിർബന്ധിച്ചു കൊടുത്തിന് ആ സ്വർണ്ണമെല്ലാം തന്നെ എന്നോട് ഇടാൻ പറയുമോ? ഈശ്വര, ഇതിപ്പോൾ ഞാനാകെ പെട്ടുപോയല്ലോ എന്നിങ്ങനെ ചിന്തിക്കട്ടെ അനാമിക. അപ്പോൾ ദേവേനി ചോദിക്കുന്നുണ്ട്, എന്താ മോൾ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അനാമിക പറയുന്നുണ്ട്, ഒന്നുമില്ല വല്യമ്മേ, വല്യമ്മ തന്ന ആഭരണങ്ങളൊക്കെ ഞാൻ ഇടണ്ട്. എനിക്കങ്ങനെ സ്വർണ്ണത്തിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ആഭരണങ്ങളൊന്നും അണിയാത്തത്. എന്നാലും വല്യമ്മ പറഞ്ഞതല്ലേ, വല്യമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ അതൊക്കെ അണിയാമെന്ന് പറയണം അനാമിക. എന്താണെങ്കിലും ഞാൻ പോയി വല്യമ്മയ്ക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ട് വരാം. വല്യമ്മ ഇപ്പം ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ. വല്യമ്മയ്ക്കുള്ള ജ്യൂസ് എടുത്തു വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമിക നേരെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ദേവേനെ എരിപിരി കയറ്റാൻ വേണ്ടിയിട്ട് ജലജയും ജാനകിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഏട്ടത്തി വീട്ടിലില്ലാത്തത് കൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയോ? അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട് ജലജയെ, എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമെടുക്കണം. ആ നയന എന്ന് പറയുന്നവളുടെ ഭാഗ്യം അതൊന്ന് വേറെ തന്നെയാണ്. എത്രമാത്രം സ്വർണ്ണാഭരണങ്ങളാണ് അവൾക്ക് ഇവിടെ നിന്നും കിട്ടിയത്. ശരിക്കും അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അസൂയ തോന്നാണെന്ന് ഇങ്ങനെ പറയുന്ന സമയത്തിന് ചോദിക്കുന്നുണ്ട്, എന്താ അവളെക്കുറിച്ച് ഇങ്ങനെ അസൂയ തോന്നാൻ മാത്രമുള്ളത്? കുറച്ച് സ്വർണം ഇവിടെ നിന്നും അച്ഛനും അമ്മയും അവൾക്ക് കൊണ്ടുപോയി കൊടുത്തു. അതല്ലാതെ എന്താണ് അവളുടെ കാര്യത്തിൽ ഇത്ര അസൂയപ്പെടാൻ മാത്രമുള്ളത്? എൻ്റെ അനാമിക മോളെ കണ്ടുപഠിക്കണം. അവളെ പോലൊരു മോളെ നമുക്ക് മരുമകളായി കിട്ടിയത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് എന്താണെങ്കിലും ആ ഭാഗ്യം അങ്ങ് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അവർക്കും ഒരു ദിവസം വരും. എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാക്കണം. അനിയുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയാൽ അതൊരിക്കലും ശരിയാവില്ല. ആ നന്ദു എങ്ങനെയെങ്കിലും അനിയുടെ ജീവിതത്തിലേക്ക് കയറി പറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് കളികളൊക്കെ കളിച്ചു നോക്കിയതാണ്. അതിനുള്ള ചാൻസ് ഇനിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇനി അനിയും നന്ദുവും തമ്മിൽ കാണരുത്. അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം അത് നമ്മുടെ അനാമിക മോൾക്കും ഒത്തിരി മാത്രം സങ്കടമുള്ള കാര്യമാണ്. അന്ന് അവർ തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ട് അനാമിക മോൾ ഒത്തിരിയധികം സങ്കടത്തോടു കൂടിയാണ് എന്നോട് വന്ന് സംസാരിച്ചത്. അനിയും നന്ദും തമ്മിൽ ഇഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞ് അനാമിക മോൾ പൊട്ടിക്കരയായിരുന്നു. ഇനിയും ഒരിക്കലും അങ്ങനെ ഒരു സങ്കടം നമ്മൾ അനാമിക മോൾക്ക് കൊടുക്കരുത്. കേട്ടോ ജാനകി, ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് ജാനകി പറഞ്ഞിട്ട്, അതേ ഏട്ടത്തി, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നാൽ അവൾമാരെല്ലാവരും ചേർന്ന് അനി അങ്ങ് കയ്യിലെടുത്ത് വെച്ചേക്കുമല്ലേ. അതുകൊണ്ട് തന്നെ അവൻ ശബരിമലക്ക് പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം അനാമിക മോളെയും അനിയെയും ഒരു ട്രിപ്പ് പറഞ്ഞു വിടണം. അവർ രണ്ടുപേരും തനിച്ച് എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോവട്ടെ. അവർ ഇന്നേ വരെ ജീവിതം തുടങ്ങി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒരു ട്രിപ്പൊക്കെ പോയിട്ട് ഒന്നിച്ചൊരു ട്രിപ്പൊക്കെ പോയി വരുമ്പോഴേക്കും അവർ രണ്ടുപേരും കൂടുതൽ അങ്ങ് അടുക്കും. ആ ഒരു ട്രിപ്പോട് കൂടെ തന്നെ അവർ രണ്ടുപേരും ഒന്നാവുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ദേവേനിക്കുള്ള ജ്യൂസുമായിട്ട് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത്. അനാമിക വന്ന് ചോദിക്കുന്നത്, എന്താ എല്ലാവരും പറയുന്നത്? ട്രിപ്പ് പോകുന്ന കാര്യമാണോ? എല്ലാവരും കൂടിയാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കും.
അപ്പോൾ ജാനകി പറഞ്ഞിട്ട് മോളെ എല്ലാവരും കൂടിയിട്ടൊന്നുമില്ല, മോളും അനിയും മാത്രമാണ് ട്രിപ്പ് പോകുന്നത്. ആ ഒരു ട്രിപ്പ് പോകുന്നതോടുകൂടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. എന്ന് നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ ഇതുപോലെ അങ്ങ് ഇരുന്നാൽ മതിയോ? നിങ്ങൾക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതം ഇതുവരെ തുടങ്ങി വെച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു യാത്ര പോകണം. മോൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് മോൾ പറഞ്ഞാൽ മാത്രം മതി. നിങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞു വിടാമെന്നൊക്കെ പറയട്ടെ ദേവയാനി. അപ്പോൾ അനാമിക ചോദിക്കുന്നതിന് എന്താ വല്യമ്മ ഈ പറയുന്നത്? അതിന് അനിയും കൂടെ സമ്മതിക്കണ്ടേ? ട്രിപ്പ് പോവുക എന്നുള്ളത് എനിക്ക് ഒത്തിരിയധികം സന്തോഷമുള്ള കാര്യമാണെങ്കിലും എനിക്കതിന് ഒട്ടും തന്നെ താല്പര്യമില്ല. എനിക്കിപ്പോഴും അവൻ്റെ മനസ്സിൽ ആ നന്ദു തന്നെയാണ്. ആ നന്ദുവിനെ എങ്ങനെയെങ്കിലും അനിയുടെ മനസ്സിൽ നിന്നും അടർത്തി മാറ്റാനൊന്നും എന്നെ കൊണ്ട് കഴിയുന്നില്ല വല്യമ്മ എന്നൊക്കെ പറഞ്ഞ കൂടത്തിനെ അനാമിക അങ്ങനെ സങ്കടപ്പെടുന്ന സമയത്ത് ദേവേനി പറഞ്ഞിട്ട് മോളെ അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം മോള് കണ്ടുവെച്ചോ. അനി മലക്ക് പോയി തിരികെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒത്തൊരുമിച്ചൊരു ട്രിപ്പ് പോകണം. ആ ഒരു ട്രിപ്പ് കഴിയുന്നതോടുകൂടെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ കൂടുതൽ അടുക്കും. അനിയെ പറഞ്ഞു തിരുത്താനും അനിയുടെ മനസ്സിൽ സ്വാധീനം ചെലുത്താനും നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവയാൻ ഇങ്ങനെ അനാമികയെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അനിയുടെ മനസ്സ് കീഴടക്കി കഴിഞ്ഞാൽ മാത്രമേ അനാമിക മോളെ നിനക്കും ഇതുപോലെ സന്തോഷമായിട്ട് ഇവിടെ ഒരു ദാമ്പത്യ ജീവിതം വഹിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അനാമികയോട് പറയുന്ന സമയത്ത് തന്നെ അനാമിക അതേപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.